ഒരു വാക്ക് മാത്രം നിന്റെ നാവിൽ നിന്ന് പുറത്തു വരുവാൻ ഇടവരരുത്. ആ വാക്ക് എന്തെന്നറിയാമോ? അവിടെ പറയുന്നു, അവനുമേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അതുവരെ അവൻ കൊന്ന ഒടുക്കിയ ശത്രു സൈന്യത്തിന്റെ ശത്രുവിന്റെ എണ്ണത്തെക്കാൾ ഏറ്റവും ഉപരിയായിരുന്നു അത് എന്ന്. ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി തരണമേ എന്ന്. അതുവരെ പല പ്രാവശ്യം തെറ്റിപ്പോയിട്ടും അവന്റെ പാപത്തെ ക്ഷമിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ ശക്തിയെ പകർന്ന ദൈവത്തോട് അവൻ പറയുക, ഒരു പ്രാവശ്യം കൂടി മാത്രം മതി. ശിംശോൻ ഒരു പ്രാവശ്യം കൂടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവനും മേലും ദൈവത്തിന്റെ കടാക്ഷം ഇറങ്ങിയെങ്കിൽ. യെശയ്യാ പ്രവചനം 43:1 പറയുന്നു, ഹല്ലേലൂയ, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ശത്രുവിന്റെ കൂടെ മരിക്കാൻ ദൈവം വിട്ടുകൊടുക്കുവോ?